ഹലോ എവ്രി വൺ. മനോരമ ഹൊറൈസന്റെ ഫ്രീ യൂട്യൂബ് ക്ലാസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് കാലം മുതൽ, അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും, അതായത് മനുഷ്യരിൽപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യഗണത്തിൽപ്പെട്ട എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്, എന്തിനെങ്കിലും ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, അടുക്കി പിറക്കി വെക്കുക അല്ലെങ്കിൽ ഒന്ന് തരം തിരിച്ച് വെക്കുക എന്നുള്ളത് ഹ്യൂമൻ ബീങ്സിന്റെ ഒരു നേച്ചറാണ് അല്ലെ. എല്ലാം ഒന്ന് അടുക്കി പിറക്കി വെക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തില് നമ്മളുടെ ബയോളജിയിലും ഒരു അടുക്കിപ്പറക്കുകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ബയോളജിയിലെ അടുക്കിപ്പറക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ തരം തിരിച്ചു വെക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തിനെയായിരിക്കും? ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, തരം തിരിച്ചു വെക്കുന്നത് അല്ലെ. ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ അല്ലെങ്കിൽ സിമിലാരിറ്റീസിന്റെ ബേസിസിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോന്നിനെയും ഓരോന്നായിട്ട് തരം തിരിച്ചു വെക്കും. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ബയോളജി ട്യൂട്ടർ ജുബിയ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൽ ലൈബ്രറി ഉണ്ടല്ലേ. ഈ ലൈബ്രറിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ലൈബ്രറിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ലൈബ്രറിയിൽ എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അല്ലെങ്കിൽ ഈ ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നോവലുകൾ ഉണ്ടെങ്കിൽ നോവൽസ് എല്ലാം കൂടി ഒരു സൈഡിലായിരിക്കും. അതുപോലെ തന്നെ പോയംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു സൈഡിലായിരിക്കും. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റെഫറൻസ് ടെക്സ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത്തരത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? എന്തായിരിക്കും അത്തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗുണം? നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മളെടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇന്നയാളുടെ ഇന്ന കവിത പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കവിതയുടെ സെഷനിൽ നിന്നും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പിക്ക് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതേ സമയത്ത് ഈ പറയുന്ന ബുക്കുകളെല്ലാം ഒരു ഓർഡറും ഇല്ലാതെ എന്ത് ചെയ്യാണ്, കുറച്ച് കവിതകളുടെ കൂട്ടത്തിൽ കുറച്ച് ലേഖനങ്ങൾ, പിന്നെ കുറെ നോവലുകൾ അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നതെങ്കിൽ ഇതിനകത്തു നിന്നും ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെടും. അപ്പം ഒരു കാര്യത്തിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്ത് വെക്കുന്നത്, ഒരു പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളെയും അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അടുക്കളയിലൊക്കെ കയറുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അടുക്കളയിൽ ഒന്നും ചെയ്യാൻ കയറുന്ന അല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മൾ അടുക്കളയിൽ പോകുമ്പോൾ നമ്മുടെ അമ്മമാര് എന്ത് ചെയ്ത് വെക്കും, അടുക്കളയിലെ ഓരോരോ സാധനങ്ങളും ഇത്തരത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതിനകത്തുനിന്ന് ഇതിനകത്തുനിന്ന് ഉപ്പ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇതിനകത്തുനിന്ന് പിക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇതിനകത്തുനിന്ന് ഉപ്പ് എടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് അതെടുക്കാം. അതുപോലെ തന്നെ എന്താണ്, ഇതിനകത്തുനിന്ന് ഉപ്പിലിട്ട സാധനങ്ങൾ എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അതിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തില് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഒരു കാര്യത്തിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ബയോളജി ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊന്ന് നോക്കിക്കേ, ഇത് ഒരു എക്കോസിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത് അല്ലെ. കുറെ ഓർഗാനിസംസ് എന്ത് ചെയ്യാണ്, നോൺ ലിവിങ് ആയിട്ടുള്ളതും ലിവിങ് ആയിട്ടുള്ള കുറെ ഓർഗാനിസംസ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഇതിനെ നിങ്ങളോട് പറയാണ്, പെട്ടെന്നൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ പെട്ടെന്നൊന്ന് തരം തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു എക്കോസിസ്റ്റത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തരം തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളോട് ഇത്തരത്തിലൊരു എക്കോസിസ്റ്റം വന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? ലിവിങ് എന്നും, എന്താണ്, ഇതിനകത്തെ കുറെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, എന്തുകൊണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ലിവിങ് ആൻഡ് നോൺ ലിവിങ്, അല്ലെങ്കിൽ ജീവനുള്ളവയെന്നും ജീവനില്ലാത്തവയെന്നും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ലിവിങ് ആയിട്ട് എന്താണ്, സ്നേക്ക് ഉണ്ട്, ഇൻസെക്റ്റുകളുണ്ട്, ബേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആംഫീബിയൻസ് ഉണ്ട്, ഇൻസെക്റ്റുകളുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേസമയത്ത് നോൺ ലിവിങ് ആയിട്ടുള്ള സോയില്, വാട്ടർ, എയർ, ലൈറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ, അതായത് ഇതിനകത്ത് നമ്മൾ എന്താണ്, ഈ പറയുന്ന ഒരു പടം തന്നിട്ട് ക്ലാസിഫൈ ചെയ്യാനേ പറഞ്ഞുള്ളൂ അല്ലെ. എന്തിന്റെ ബേസിസിലാണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ഒരു ഇമേജിനെ ബേസ് ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ അതിന്റെ സിമിലാരിറ്റീസിനെയും ഡിഫറൻസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ഈ പറയുന്ന എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന കുറെ സാധനങ്ങളെ എന്തായിട്ട് ലിവിങ് എന്നും നോൺ ലിവിങ് എന്നും എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. അപ്പോ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്?
ഒരു ഓർഗാനിസത്തിനെ അല്ലെ, ഒരു ഓർഗാനിസിനെ അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്പെസിഫിക് ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ, ചിലപ്പോൾ അത് സിമിലാരിറ്റീസ് ആവാം, എന്തായിരിക്കാം ഡിഫറൻസസ് ആവാം, അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുകയാണ്, കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ചില ഫിസിക്കൽ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അതുപോലെ തന്നെ ചില സെല്ലുലാർ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതുപോലെ എവല്യൂഷൻ, അതായത് ഒരു ഓർഗാനിസം ഏത് ഓർഗാനിസിൽ നിന്നുമാണ് വന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. അങ്ങനെ പല പല ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓർഗാനിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സയൻസിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. എന്താണ് ടാക്സോണമി എന്ന് പറയുന്നത്? എന്താണ്, സയൻസിലെ ഒരു ബ്രാഞ്ചാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമി എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാക്സോണമി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യാനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കാനും വേണ്ടിയിട്ടുള്ള സയൻസിലെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. എന്താണ്, നമുക്കൊരു പുതിയതായിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ഓർഗാനിസിനെ കണ്ടുപിടിച്ചു അല്ലേ. ആ ഒരു ഓർഗാനിസിനെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ഐഡന്റിഫൈ ചെയ്യണം. ചില ടാക്സോണമിക് കീസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിന് ഈ പറയുന്ന മറ്റൊരു ഓർഗാനിസവുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഡിഫറൻസുകൾ ആ ഒരു ഓർഗാനിസവുമായി ഉണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി എന്നിട്ട് അതിനെ എന്ത് ചെയ്യുകയാണ്, പേരിടുകയാണ്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി ടീച്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇത്തരത്തില് ഓർഗാനിസിനെ തരംതിരിക്കുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ, അതായത് മനുഷ്യൻ എന്ന് തൊട്ടുണ്ടോ അന്ന് മുതലേ ഉള്ള ഒരു എന്താണ് അവരുടെ ഒരു സ്വഭാവമാണ് എന്ന് പറയുന്നത്, എല്ലാത്തിനെയും ഒക്കെ ഒന്ന് തരംതിരിച്ച് വെക്കുക എന്നുള്ളത്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ടാക്സോണമിയിലും ഒരുപാട് എന്താണ് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള കുറെ ടാക്സോണമിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളുടെ പേരാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ആളാണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ നമ്മളുടെ ഫാദർ ഓഫ് ബയോളജി അല്ലെങ്കിൽ ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെയൊക്കെ എന്താണ് ഈ പറയുന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ, അതായത് ആദ്യമായിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓർഗാനിസത്തെ എന്താണ് റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ഓർഗാനിസം എന്നും റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്ത ഓർഗാനിസംസ് എന്നും ക്ലാസിഫൈ ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബയോളജിയുടെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതാണ് നമ്മൾ പരിചയപ്പെടുന്ന ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആളാണ് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മളുടെ പ്ലാന്റ്സിനെ, അതായത് ഇദ്ദേഹം അറിയപ്പെടുന്നത് ബോട്ടണിയുടെ ഫാദർ എന്നാണ്, ഫാദർ ഓഫ് ബോട്ടണി എന്ന് അറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസിനെയാണ്. ഇദ്ദേഹം ചെയ്തത് പ്ലാന്റ്സിനെ ആനുവൽസ്, ബൈനിയൽസ്, പെരിനിയൽസ് എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എന്താണ് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിനെയാണ്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചരകനെയാണ്. ഈ ചരകൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആയുർവേദത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ആയുർവേദ ആണ് ആരെന്ന് പറയുന്നത്, ചരകൻ എന്ന് പറയുന്നത്. ചരകൻ ഒരു പുസ്തകം എഴുതി. ചരകൻ എഴുതിയ പുസ്തകമാണ് ചരക സംഹിത എന്ന് പറയുന്നത്. ഈ ചരക സംഹിതയിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 200ഓളം പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ചരക സംഹിതയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതും നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളാണ് ജോൺ റേ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തന്ന ഒരാളാണ്. ഏകദേശം 18,000ഓളം പ്ലാന്റുകളെ അദ്ദേഹം ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ എന്ത് ചെയ്തു, രേഖപ്പെടുത്തി. അതായത് ആ ഒരു പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തു, ആ ഒരു 18,000 പ്ലാന്റ്സിന്റെയാണ്, 1-2 പ്ലാന്റ്സിന്റെ അല്ല, 18,000 പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് അദ്ദേഹം ആ ഒരു ബുക്കിൽ എന്ത് ചെയ്തേക്കുന്നത്, എഴുതിയേക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വേർഡാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ സ്പീഷീസ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇദ്ദേഹമാണ്. അപ്പൊ ജോൺ റേ ആണ് സ്പീഷീസ് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ആണ് നമ്മളുടെ കാൾ ലിനേയസ്.
അതായത് നമ്മളുടെ മോഹൻലാലിനെ കുറിച്ച് നമ്മുടെ തിലകൻ പറഞ്ഞിട്ടുണ്ട്, ഭീകരനാണിവൻ കൊടും ഭീകരൻ എന്നൊരു ഡയലോഗ് ഉണ്ട് അല്ലെ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ടാക്സോണമിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കാൾ ലിനേയസ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് മോഡേൺ ടാക്സോണമിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. അതായത് മോഡേൺ ടാക്സോണമിയുടെ ഫാദർ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കാൾ ലിനേയസ് എന്ന് പറയുന്നത്. ഈ ഒരു മുഖം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ഫ്രണ്ടിലേക്ക് നമ്മൾ ഈ പറയുന്ന ടാക്സോണമിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു പേരായിരിക്കും നമ്മുടെ കാൾ ലിനേയസിന്റെ പേര്. അപ്പൊ ഇദ്ദേഹം ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത്രയും മോഡേൺ ടാക്സോണമിയുടെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംപ്ലി പറയുവാണെങ്കിൽ അദ്ദേഹം 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആനിമൽസിനെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ കാറ്റഗറൈസ് ചെയ്ത് പല പല ടാക്സായി ആയിട്ട് മാറ്റി എന്നിട്ട് ഒരു ടാക്സോണമിക് ഹയറാർക്കി കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ പല പല സ്ഥലങ്ങളിൽ പല പല സാധനങ്ങളെ അറിയപ്പെടുന്നത് വേറെ വേറെ പേരുകളിലായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സൽ ആയിട്ട് ഒരു ഓർഗാനിസിന് ഒരു പേര് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ട് ഒരു ഓർഗാനിസിന് പേര് വേണം എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച ആളാണ് ആര്? നമ്മുടെ കാൾ ലിനേയസ് എന്ന് പറയുന്നത്. അദ്ദേഹം മുമ്പോട്ട് വെച്ച ഒരു നോമൻക്ലേച്ചർ ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു കാരണങ്ങൾക്കൊക്കെ കൊണ്ടാണ് ഈ കാൾ ലിനേയസിനെ എന്തായിട്ട് അറിയപ്പെടുന്നത്? മോഡേൺ ടാക്സോണമിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന കാൾ ലിനേയസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പൊ ആദ്യം പറഞ്ഞായിരുന്നു ടാക്സോണമി ഹയറാർക്കി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത് നമ്മളുടെ ഈ പറയുന്ന കാൾ ലിനേയസ് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് ഈ പറയുന്ന ടാക്സോണമി ഹയറാർക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ ഓർഗാനിസംസ് എന്താണ്, ഒത്തിരി ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. അപ്പൊ നമുക്കിപ്പം ആനിമൽസിനെ നോക്കുവാണെങ്കിൽ ആനിമൽസ് തന്നെ പലതുണ്ട്. അതിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആനിമൽസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാറ്റഗറീനെ എടുക്കുവാണെങ്കിൽ അതിനകത്ത് തന്നെ ആംഫിബിയൻസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, മാമൽസ് ഉണ്ട്, അങ്ങനെ പല കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് അതിനകത്തുണ്ട് അല്ലെ. ഇത്തരത്തില് പല പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓർഗാനിസിനെ എന്ത് ചെയ്യാണ്, അവരുടെ സിമിലാരിറ്റീസിനെ ബേസ് ചെയ്തിട്ട് അവരെ ഓരോ കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഓരോ ടാക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ടാക്സോണമി ഹൈറാർക്കിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് കിങ്ഡം. ഈ കിങ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ ഓർഗാനിസം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതേസമയത്ത് സ്പീഷീസിൽ വളരെ കുറച്ച് നമ്പർ ഓഫ് ഓർഗാനിസംസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ സ്പീഷീസിൽ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓർഗാനിസംസിന്റെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതേസമയം കിങ്ഡത്തിൽ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഈ ഒരു ടാക്സോണമി ഹയറാർക്കി എന്ന് പറയുന്നത് എല്ലാ തവണത്തെയും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇത് എങ്ങനെയാണ് ഇത് ഓർത്തിരിക്കുന്നത് എന്നല്ലേ. അപ്പൊ അതിന് വേണ്ടി ടീച്ചർ പെട്ടെന്ന് ഒരു നിമോണിക്സ് പെട്ടെന്ന് പറഞ്ഞു തരാം. കീപ് ഓൺ ക്ലിയർ ഓർ ഫ്രോ ഗെറ്റ് സിക്ക്. എന്താണ് കീപ് ഓൺ ക്ലിയർ ഓർ frog get sick. അപ്പൊ ഈ ഒരു നിമോണിക്സിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതിനകത്ത് നമുക്ക് എല്ലാ പേരുകളും ചിലപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും. അതായത് ഓരോ ടാക്സയും നമുക്ക് ഫെമിലിയർ ആയിരിക്കും, പക്ഷെ ഇതിന്റെ ഓർഡർ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാത്തത്. അപ്പൊ ആ ഓർഡർ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന നിമോണിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്തെ കീപ്പിന്റെ കെ എന്ന് പറയുന്നത് എന്താണ്, കിങ്ഡത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പോണ്ടിന്റെ പി ഫൈലത്തിനെ, സി എന്തിനെയാണ്, ക്ലാസിനെ, ഓർ ഓർഡറിനെ, ഫ്രോഗിന്റെ എഫ് എന്ന് പറയുന്നത് ഫാമിലിനെ, ജി എന്ന് പറയുന്നത് ജീനസിനെ, എസ് എന്ന് പറയുന്നത് സ്പീഷീസിനെയുമായിരിക്കും എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എന്താണ് സ്പീഷീസ്? നമ്മൾ ആദ്യം തന്നെ നമ്മൾ ജോൺ റേയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് ഫെമിലിയർ ആകും എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ സ്പീഷീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് സ്പീഷീസ്? സ്പീഷീസ് എന്ന് വെച്ചാൽ ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ് അല്ലെ. ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. ഇപ്പൊ ഞാനാവട്ടെ, എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാവട്ടെ, നിങ്ങൾ എല്ലാവരും എന്താണ്, ഹ്യൂമൻ ആണ് അല്ലെങ്കിൽ മനുഷ്യനാണ് അല്ലെ. നമുക്ക് എന്താണ് പ്രത്യേകത? നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർബ്രീഡ് ചെയ്ത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്, അല്ലെ? അതിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പീഷീസിന്റെ അകത്ത് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെ? കാരണം എൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഇപ്പൊ ഞാനും മറ്റൊരാളെയും കാണുമ്പോൾ ഇത് മനുഷ്യനാണ് എന്ന് തോന്നണമെങ്കിൽ എന്താണ്, കുറെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ എന്താണ്, സിമിലർ ആയതുകൊണ്ടാണ്. അതേ സമയത്ത് അതിനകത്തൊന്നും കുറച്ചുകൂടി സിമിലാരിറ്റി കുറഞ്ഞ, അതുപോലെ തന്നെ സ്പീഷീസിനോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന, പക്ഷെ സ്പീഷീസിന്റെ അത്രയും ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ അല്ലാത്തവരായിരിക്കും ജീനസിൽ വരുന്നത്. അതിനെക്കാട്ടിലും കുറച്ചുകൂടി സിമിലാരിറ്റി കുറഞ്ഞ ആൾക്കാരായിരിക്കും ഫാമിലിയിൽ വരുന്നത്. അതിലും കുറച്ചുകൂടി ഡിഫറൻസ് ഉള്ളവരായിരിക്കും ഓർഡറിൽ വരുന്നത്. അതിലും ഡിഫറൻസ് ഉള്ളവരായിരിക്കും ക്ലാസ്സിൽ വരുന്നത്. അതിലും ഡിഫറൻസ് ഉള്ളവരായിരിക്കും ഫൈലത്തിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും കിങ്ഡത്തിൽ വരുന്നത്. ആ കിങ്ഡത്തിലായിരിക്കും, എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ കിങ്ഡം അനിമേലിയ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തിലുള്ള എല്ലാ ആനിമൽസും ഇൻക്ലൂഡഡ് ആണ് കിങ്ഡം അനിമേലിയയിൽ. അതിനകത്ത് പല കാറ്റഗറി ഓഫ് ആനിമൽസ് അതിൻ്റെ അകത്ത് പ്രസന്റ് ആയിരിക്കും. പക്ഷെ അതിനകത്ത് എന്തായിരിക്കും, എല്ലാ ആനിമൽസും അതിലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഓർഗാനിസം അവിടെ കൂടുതലായിരിക്കും. പക്ഷെ അതിനകത്ത് സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. ഇതായിരുന്നു ആരുടെ ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ കാൾ ലിനേയസിന്റെ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നിമോണിക്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ഹയറാർക്കി എന്ന് പറയുന്നത് എല്ലാ തവണത്തെയും എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ആണ്. ഇനി നെക്സ്റ്റ് ആണ്, നമുക്ക് ഈ ഒരു ഇമേജ് ഒക്കെ നോക്കിയേ. ഈ ഒരു ഇമേജ് ഒക്കെ നോക്കി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഈ ഒരു ഇമേജ് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പല പല പേരുകൾ വന്നിട്ടുണ്ടായിരിക്കും, അല്ലെ? ഇപ്പം ഈ ഒരു സാധനത്തിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് തണ്ണിമത്തൻ എന്നാണ്. ഓക്കെ, ഇനി കുറച്ച് അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞു കഴിയുമ്പം ഇതിന്റെ പേരെന്ന് പറയുന്നത് ബത്തക്ക എന്നാവും, അല്ലെ? ബത്തക്ക എന്നാവും. അതേ സമയത്ത് ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ പപ്പായ, അല്ലെ? ഈ പപ്പായയുടെ പേരെന്ന് പറയുന്നത് പല സ്ഥലത്തും പലതാണ്. ഇപ്പം ഓമക്ക എന്നറിയപ്പെടുന്നതുണ്ട്, കപ്പളങ്ങ എന്നറിയപ്പെടുന്നതുണ്ട്, അങ്ങനെ അങ്ങനെ കർമൂസ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പേരുകളിലാണ് ഈ പറയുന്ന പപ്പായ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ തവള, തവളയുടെ പേരും പലയിടത്തും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. തവള എന്നറിയപ്പെടുന്നുണ്ട്, മാക്രി എന്നറിയപ്പെടുന്നുണ്ട്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, അല്ലെ? അപ്പം ഇത്തരത്തില് പല പേരുകള് ഒരേ സാധനത്തിന് തന്നെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും എന്താണ് ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ തണ്ണിമത്തൻ, നമ്മുടെ നാട്ടിലെ തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർ മിലൻ എന്നറിയപ്പെടുന്ന ഈ സാധനം നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഈ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അറിയാമായിരിക്കുമോ? ഇല്ല. അപ്പം അത്തരത്തിൽ ആ ഒരു പ്രശ്നത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാൾ ലിനേയസ് മുമ്പോട്ടേക്ക് വെച്ച ഒരു സയന്റിഫിക് നെയിമിംഗ് അല്ലെങ്കിൽ ഒരു നോമൻ ക്ലേച്ചർ ആണ് ബൈനോമിയൽ നോമൻ ക്ലേച്ചർ എന്നറിയപ്പെടുന്നത്. അതാണ് സയന്റിഫിക് നെയിം ആണ്. അപ്പം ഈ ഒരു സയന്റിഫിക് നെയിമിങ്ങിന്റെ അത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഓർഗാനിസത്തിനെ അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്ലാന്റ്സിന്റെ പ്രൊഡക്റ്റുകളെ ആണെങ്കിലും എല്ലാത്തിനെയും ആണെങ്കിലും എന്താണ്, ഒരു കോമൺ നെയിമിലായിരിക്കും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സലി ഒരേ പേരിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒന്നിനെയാണ് നമ്മൾ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബൈനോമിയൽ രണ്ട് പാർട്ടുകളായിരിക്കും ഈ ഒരു സയന്റിഫിക് നെയിമിന് ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ജീനസ് നെയിം ആയിരിക്കും, രണ്ടാമത്തേത് അതിന്റെ സ്പീഷ്യസ് നെയിം ആയിരിക്കും. ഓക്കെ, ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇത് നമുക്കറിയാം, നമ്മൾ എന്താണ്, ഇലഫന്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആന, അല്ലെ? ആനയുടെ സയന്റിഫിക് നെയിം ആണ് എലിഫസ് മാക്സിമസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? എലിഫസ് മാക്സിമസ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ അകത്തെ ഫസ്റ്റ് നെയിം, അതായത് നമ്മളുടെ എലിഫസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പേര്, അതാണ് അതിന്റെ ജീനസ് നെയിം എന്നറിയപ്പെടുന്നത്. എന്താണ് അതിന്റെ ജീനസ് നെയിം എന്നറിയപ്പെടുന്നത്? അതിനകത്തെ രണ്ടാമത്തെ പാർട്ടുണ്ട്, അതായത് നമ്മുടെ മാക്സിമസ് എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ടാണ് എന്ന് പറയുന്നത് സ്പീഷ്യസ്. ഇതാണ് സ്പീഷ്യസ്. എന്താണ്? ആദ്യത്തെ എലിഫസ് എന്ന് പറയുന്നത് ജീനസ് നെയിമും മാക്സിമസ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഷ്യസ് നെയിമും ആണ്. അപ്പൊ ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും കൂടി കൂടിച്ചേർന്നതാണ് നമ്മളുടെ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കാൾ ലിനേയസ് പ്രപ്പോസ് ചെയ്ത സയന്റിഫിക് നെയിമിലെ രണ്ട് പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പേര് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്തെ ഫസ്റ്റ് ലെറ്റർ, അതായത് ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ്, അല്ലെ? അതേ സമയത്ത് സ്പീഷ്യസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ കൊണ്ടും
ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ഇറ്റാലിയൻ അല്ലെങ്കിൽ ലാറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേരായതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഇറ്റാലിക്സിൽ എഴുതണം. അതുപോലെ തന്നെ സപ്പോസ് ഇത് ഇറ്റാലിക്സിൽ അല്ല എഴുതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അണ്ടർലൈൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇതിന്റെ റൂളാണ്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഇത്ര മാത്രം നിങ്ങൾ ഓർക്കുക. ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ അകത്തെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജീനസ് നെയിമും സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്പീഷ്യസ് നെയിമും ആയിരിക്കും. ഇനി ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. എന്താണ്, നമ്മുടെ കണിക്കൊന്ന. കണിക്കൊന്നയുടെ സയന്റിഫിക് നെയിം ആണ് കാസിയ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കേസിലും സെയിം തന്നെയാണ്. എന്താണ്, നമ്മളുടെ പ്ലാന്റ്സിൽ ആയതുകൊണ്ട് ഡിഫറെന്റ് ഉണ്ട് എന്നൊന്നുമല്ല, ഇതിന്റെ അകത്തും സെയിം തന്നെയാണ്. പ്ലാന്റ്സിന്റെ കേസിലും ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജീനസ് നെയിമും സെക്കൻഡ് നെയിം എന്ന് പറയുന്നത് സ്പീഷ്യസ് നെയിമും ആയിരിക്കും. അപ്പം ഇതിനകത്തെ ജീനസ് നെയിം ഏതാണ്, നമ്മുടെ കണിക്കൊന്നയുടെ ജീനസ് നെയിം ഏതാണ്, കാസിയ എന്നുള്ളതാണ് ജീനസ് നെയിം. ഫിസ്റ്റുല എന്ന് പറയുന്നതാണ് അതിന്റെ സ്പീഷ്യസ് നെയിം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന നമ്മളുടെ കാൾ ലിനേസിന്റെ കേസിൽ നമ്മളുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന എല്ലാ ഓർഗാനിസത്തിനെയും 2 കിങ്ഡത്തിലായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതായത് ഏതൊക്കെ കിങ്ഡത്തിലായിരുന്നു, 2 കിങ്ഡത്തിലായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഒന്നാമത്തേതാണ് കിങ്ഡം പ്ലാന്റ്, അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് കിങ്ഡം അനിമേലിയ. ഈ 2 കിങ്ഡത്തിലാണ് ഈ പറയുന്ന എല്ലാ ഓർഗാനിസത്തിനെയും എന്ത് ചെയ്തിരുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ഇമേജ് നോക്കിയേ, ഈ ഒരു ഇമേജിൽ നോക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഓർഗാനിസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ഈ പറയുന്ന എല്ലാ ഓർഗാനിസിനെയും നമുക്ക് ഈ പറയുന്ന കിങ്ഡം പ്ലാന്റയിലും കിങ്ഡം അനിമേലിയയിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലെ. കാരണം എന്താണ്, ഇതിന് ഓരോന്നിനും ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഈ പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കത്തില്ല ഇവര് കാണിക്കുന്നത്. ഇവരിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും ഈ പറയുന്ന ഓർഗാനിസംസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതും എല്ലാം എന്താണ്, ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കിങ്ഡം പ്ലാന്റയിലും കിങ്ഡം അനിമേലിയയിലും കൂടി എല്ലാ ഓർഗാനിസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത്തരത്തിലൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിനെ എല്ലാം കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസിൽ അല്ലെങ്കിൽ കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറഞ്ഞ ഈ ഒരു ആള് എന്ത് ചെയ്തു, ഓർഗാനിസത്തിനെ 5 കിങ്ഡം ആയിട്ട് എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ 5 കിങ്ഡം എന്തായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്, 5 കിങ്ഡം ആയിട്ടാണ് ഈ പറയുന്ന നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന എല്ലാ ഓർഗാനിസത്തിനെയും അദ്ദേഹം 5 കിങ്ഡത്തിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ കിങ്ഡം എന്ന് നമുക്ക് നോക്കാം. ഈ പേര് ഓർത്ത് വെച്ചോണം, RH വിറ്റാക്കർ അല്ലെങ്കിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് ഓർത്ത് വെച്ചോണം. എന്ത് പ്രപ്പോസ് ചെയ്താണ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആളാണ് ആര്, RH വിറ്റാക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇമേജ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, ഓർഗാനിസത്തിനെ അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന ഓർഗാനിസത്തിനെ 5 കിങ്ഡംസ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഡിഫറൻഷിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ തരംതിരിച്ചേക്കുന്നത്. അപ്പം അതിനകത്തെ 5 കിങ്ഡം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേതാണ് കിങ്ഡം മൊനേറ. ഒന്നാമത്തേതാണ് കിങ്ഡം മൊനേറ എന്ന് പറയുന്നത്. ഈ കിങ്ഡം മൊനേറയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കിങ്ഡം മൊനേറയിൽ വരുന്ന ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. എന്താണ് യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ, എന്താണ്, ഒരൊറ്റ സെല്ല് കൊണ്ട് മാത്രമായിരിക്കും അവരുടെ എൻറ്റയർ ബോഡി എന്ത് ചെയ്തേക്കുന്നത്, മേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു ട്രൂ ന്യൂക്ലിയസ് ഇവരിൽ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും, പ്രോക്യാരിയോട്സ് ആയിരിക്കും. എന്താണ്, പ്രോക്യാരിയോട്സ് ആയിരിക്കും. അത്തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് മൊനീറ എന്ന് പറയുന്ന ഈ കിങ്ഡത്തിൽ എന്ത് ചെയ്തേക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാക്ടീരിയയൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന മൊനീറയിലാണ്. അപ്പൊ മൊനീറയിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അവർ യൂണിസെല്ലുലാർ ആണ്, രണ്ടാമത്തേത് അവർ പ്രോക്യാരിയോട്ട് ആണ്. എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ബാക്ടീരിയ. ഇനി രണ്ടാമത്തെയാണ് നമ്മളുടെ പ്രോട്ടിസ്റ്റ. രണ്ടാമത്തെ ആൾക്കാരാണ്, രണ്ടാമത്തെ കിങ്ഡം ആണ് എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഇവരും യൂണിസെല്ലുലാർ ആണ്. ഓക്കെ, ഇവരും യൂണിസെല്ലുലാർ ആണ്. പക്ഷെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർ യൂക്യാരിയോട്സ് ആണ്. യൂക്യാരിയോട്സ് എന്ന് വെച്ചാൽ എന്താ, യൂക്യാരിയോട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഒരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ളതും അതുപോലെ തന്നെ എന്താണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് എന്തിൽ വന്നിരിക്കുന്നത്, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കിങ്ഡം ആണ് കിങ്ഡം ഫംഗെ എന്ന് പറയുന്നത്.
ഓക്കെ, ഈ കിങ്ഡം ഫംഗിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. എന്താണ് യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ ഒരു സെല്ല് കൊണ്ട് മാത്രം മേഡ് ചെയ്തിരിക്കുന്ന ബോഡി ഉള്ളവരും ഉണ്ട്, മൾട്ടി സെല്ലുലാർ മെനി സെൽസ് കൊണ്ട് ബോഡി ഉള്ളവരും ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്താണ് നോൺ മോട്ടൈലാണ്, അവർക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് എന്തിൽ വന്നേക്കുന്നത്, കിങ്ഡം ഫംഗിയിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇവരെന്താണ് ഹെട്രോട്രോഫ്സ് ആണ്, ഇവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫുഡ് ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല, എന്തിനേലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവർ എന്ത് ചെയ്തേക്കുന്നത്, ഫുഡ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് കിങ്ഡം ഫംഗിയിൽ വരുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മുടെ മഷ്റൂം ഒക്കെ ഈ പറയുന്ന കിങ്ഡം ഫംഗിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓർഗാനിസംസ് ആണ്. നെക്സ്റ്റ് ആണ് കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആരാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്, പ്ലാന്റ്സ് ആണ് അല്ലെ. കിങ്ഡം പ്ലാന്റേൽ ആരാണ്, പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സിന് എന്താണ് പ്രത്യേകത, മൾട്ടി സെല്ലുലാർ ആണ്. അതുപോലെ എന്താണ്, ഇവര് ഹെട്രോട്രോപ്സ് അല്ല, ഓട്ടോട്രോപ്സ് ആണ്. എന്താണ് ഓട്ടോട്രോപ്സ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഇവർക്ക് ഫുഡ് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇവർ നോൺ മോട്ടൈലാണ്, അവർക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ, അതായത് ഒരു സ്ഥലത്തു നിന്നും അപ്പുറത്തോട്ട് എന്താണ് സ്വന്തമായിട്ട് അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആണ്, പക്ഷേ ലോക്കോമോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നവരാണ് എവിടെ വന്നിരിക്കുന്നത്, കിങ്ഡം പ്ലാന്റേയിൽ വന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ഒരു കിങ്ഡം ആണ് അനിമേലിയ എന്ന് പറയുന്നത്. എല്ലാ ആനിമൽസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കിങ്ഡം ആണ് അനിമേലിയ എന്ന് പറയുന്നത്. ഈ അനിമേലിയക്കകത്ത് എല്ലാ ആനിമൽസുമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും, അതുപോലെ തന്നെ ഹെട്രോട്രോഫിക് ആയിരിക്കും, പിന്നെ ലോക്കോമോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിബിൾ ആയിരിക്കും. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരായിരിക്കും എവിടെ വന്നിരിക്കുന്നത്, കിങ്ഡം അനിമേലിയയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നല്ലതാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും വേറെ ഒരാൾ, അതായത് ചില സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞപ്പം നമ്മുടെ കാൾ വൂസിന് തോന്നി എന്തോ ഒരു പോരായ്മ ഇതിനകത്തുണ്ട്. അതായത് നമ്മളുടെ മൊനീറയിൽ വരുന്നതാണ് നമ്മുടെ ബാക്ടീരിയാസ് അല്ലെ. ഈ ബാക്ടീരിയയിലെ ഒരു കാറ്റഗറി ഓഫ് ബാക്ടീരിയയുടെ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ ആർക്കി ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മറ്റു ചില ബാക്ടീരിയയുടെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിഫറൻസ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന കാൾ വോസിന് എന്ത് ചെയ്യാൻ പറ്റി, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മളുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ എന്തിനെ, കിങ്ഡം മൊനീറേനെ വീണ്ടും അദ്ദേഹം ഒന്നും കൂടി ഒരു കിങ്ഡം കൂടിയായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെ എന്താക്കി, ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം കാൾവൂസ് ചെയ്ത് എത്രമാത്രമേ ഉള്ളൂ, മൊനീറ എന്ന് പറയുന്ന ഒരു കിങ്ഡം ആയിരുന്നു. ആ കിങ്ഡത്തിനെ വീണ്ടും ഒന്നുകൂടെ എന്ത് ചെയ്തു, ഒന്നുകൂടെ ഒന്ന് വെട്ടിമുറിച്ച് അത് രണ്ടാക്കി. അതായത് 2 കിങ്ഡം ആക്കി മാറ്റി. ഒന്നാമത്തേതാണ് യു ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കിങ്ഡവും ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന മറ്റൊരു കിങ്ഡവുമായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇത് കൂടാതെ ഈ പറഞ്ഞ കാൾവൂസ് ചെയ്ത മറ്റൊരു കാര്യമാണ്, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഹൈറാർക്കി പഠിച്ചായിരുന്നു അല്ലെ. ടാക്സോണമി ഹൈറാർക്കിയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നിരുന്ന എന്തായിരുന്നു, കിങ്ഡം ആയിരുന്നു അല്ലെ. അതിനു മുമ്പായിട്ട് മറ്റൊരു ടാക്സയും കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഡൊമൈൻ എന്ന് പറയുന്ന മറ്റൊരു ടാക്സയും കൂടി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കാൾ വൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഈ പറയുന്നതാണ് നമ്മളുടെ കാൾ വൂസ് ചെയ്ത ഒരു നമ്മളുടെ ടാക്സോണമിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ നൽകിയ ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മളുടെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ എല്ലാ ഓർഗാനിസത്തിനെയും ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ബാക്ടീരിയാസിനെ കുറിച്ച് പറഞ്ഞു, ഫംഗസിനെ കുറിച്ച് പറഞ്ഞു, പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു, പലതരത്തിലുള്ള ആനിമൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇത്രയും നേരമായിട്ടും ഡിസ്കസ് ചെയ്യാത്ത ഒരാളുണ്ട്, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. ഇത് ആരായിരിക്കും, എന്തായിരിക്കും, വൈറസ് അല്ലെ. ഈ പറയുന്ന വൈറസുകളെ ഇതുവരെ നമ്മൾ നോക്കിയ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലും എന്ത് ചെയ്തിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും ഇതുങ്ങളെ ഈ പറയുന്ന വൈറസിനെ ഒന്നും ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലും ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഈ പറയുന്ന വൈറസിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഇവരുടെ ബോഡിയിൽ ആകെ ഒരു പ്രോട്ടീൻ കോട്ടും ഒരു ജനറ്റിക് മെറ്റീരിയലും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
പിന്നെ ഈ പറഞ്ഞ വൈറസിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാരണവശാലും ഇപ്പൊ നമ്മുടെ എൻവയോൺമെന്റിലൊക്കെ ഒരുപാട് വൈറസുകളും കാര്യങ്ങളും കാണും. പക്ഷെ അതെന്ന് പറയുന്ന ഒരു നോൺ ലിവിങ് അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ശരിക്കും കാണപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസിന്റെ ബോഡിയിലേക്ക് എൻട്രി ചെയ്തെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, ഇവയ്ക്ക് എന്താണ് ആക്റ്റീവ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങ് വരസാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ആ ആക്റ്റീവ് സ്റ്റേജിലേക്ക് വന്ന് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ സെല്ലിനെയൊക്കെ അങ്ങ് തകർത്ത് നമുക്ക് പല തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പറയുന്ന വൈറസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, വേണമെങ്കിൽ നമുക്ക് ലിവിങ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ നോർമലി നമ്മൾ ഒരു ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഒരു ക്യാരക്ടറും ആര് കാണിക്കുന്നില്ല, നമ്മുടെ വൈറസുകൾ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ആരെ ഇൻക്ലൂഡ് ചെയ്യാത്തത്, നമ്മുടെ വൈറസുകളെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, എൻഡ് ചെയ്യുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇത്രയും നാളായിട്ട് അങ്ങനെ കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബയോളജി ബേസ് ചെയ്തിട്ട് ഇനി മുമ്പോട്ടേക്ക് പോകണം എന്നുള്ളവരെ സംബന്ധിച്ച് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ആനിമൽസിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന ക്ലാസിഫിക്കേഷനെ കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ടേക്കൊക്കെ പോകാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ. Manorama Horizon. Learning made simple.